അക്ഷരങ്ങളിൽ എന്റെ നാട് 6ാമത് ഊഴം വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി ലൈബ്രറി കൗൺസിലിന്റെ നേതൃത്വത്തിൽ റേഡിയോ മാറ്റുലിയുടെ സഹകരണത്തോടെ നാടിനെ അടയാളപ്പെടുത്തിയ കൃതികളെയും എഴുത്തുകാരെയും പരിചയപ്പെടുത്തുന്ന പരിപാടിയുടെ 6ാമത് ഊഴമാണിത്. എഴുത്തിനെ ജനകീയമാക്കിയ, വാക്കുകളിലൂടെ പുതുചരിത്രം രചിച്ച എഴുത്തുകാരും വായനയെ ജീവതാളമാക്കിയവരുമാണ് ഈ ഊഴത്തിൽ കൃതികളെ പരിചയപ്പെടുത്തുന്നത്. നിർവഹണം ഷാജൻ ജോസ്. നിർവഹണ സഹായം സുധീർ PK. എഴുതിയ കൃതികളുടെ എണ്ണത്തേക്കാൾ പുരസ്കാരങ്ങൾ നേടിയ മലയാളത്തിന്റെ ഉത്തരാധുനിക എഴുത്തുകാരിലെ പ്രധാനിയാണ് സുഭാഷ് ചന്ദ്രൻ. എഴുത്തുകാരൻ, വായനക്കാരൻ, എഡിറ്റർ എന്നീ തലങ്ങളിൽ കൃത്യമായ അടയാളപ്പെടുത്തലുകൾ നടത്തിവരുന്ന ഇദ്ദേഹം പുതിയ കാലത്തിന്റെ സാധ്യതകളെയൊക്കെ തന്റെ രചനകളിൽ ഉപയോഗിക്കാറുണ്ട്. ജാതീയവും വർഗീയവും സാംസ്കാരികവും മതപരവുമായ വിഭജനങ്ങളെ സമൂഹത്തിൽ നിന്ന് ഇല്ലാതാക്കുക എന്ന സാമൂഹ്യ പ്രവൃത്തിയാണ് ഓരോ എഴുത്തുകാരനും ചെയ്യേണ്ടത് എന്ന് അഭിപ്രായപ്പെട്ട ഈ എഴുത്തുകാരൻ അതിനായി ആദ്യം ചെയ്യേണ്ടത് നമുക്കേവർക്കുമുള്ളിലെ അതിർത്തികളെ ഇല്ലാതാക്കുക എന്നത് തന്നെയാണ് എന്ന് പ്രസ്താവിച്ചിട്ടുണ്ട്. രാജ്യാതിർത്തികൾക്കപ്പുറത്തേക്ക് ചിന്തകളെ പറത്തിവിടാൻ അയാൾക്ക് കഴിയുമ്പോഴാണ് വിശാലത എന്ന തലം യാഥാർത്ഥ്യമാവുന്നത്. ഘടികാരങ്ങൾ നിലയ്ക്കുന്ന സമയം എന്ന കഥയോടെ മലയാളത്തിലേക്കെത്തിയ ഈ ആലുവാക്കാരൻ മാതൃഭൂമിയിൽ ജീവനക്കാരനായതോടെ കോഴിക്കോടേക്ക് പറിച്ചു നടപ്പെട്ടു. പുതിയ കാലത്തോടുള്ള ദാർശനിക സംവാദത്തിലൂടെ ചരിത്രത്തെ സ്പർശിക്കുന്ന ഇതിവൃത്തവുമായി എത്തിയ കൃതികളിലൊക്കെയും ഒരു പുതുമയും തനിമയും ഉണ്ടായിരുന്നു. ആണധികാരത്തെക്കുറിച്ചും പെണ്ണധികാരത്തെക്കുറിച്ചും വാചാലമാവുന്ന എഴുത്തുകാരുടെ ഈ കാലത്ത് കുടുംബ ബന്ധവും അത് നൽകുന്ന സുരക്ഷിതത്വവും ചർച്ചയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ട് ഇദ്ദേഹം. ശബ്ദമുഖരിതമായ ഈ കാലത്ത് ശബ്ദമില്ലാതായി പോകുന്നവരെ കണ്ടെടുക്കാനും അവരുടെ നേരിയ ശബ്ദത്തിന് ചെവി കൊടുക്കാനും കഴിയുക എന്നത് എഴുത്തുകാരൻ്റെ ധാർമ്മികതയാണെന്ന് എഴുത്തുകളിലൂടെ പറയാതെ പറഞ്ഞു വയ്ക്കുന്നുണ്ട് ഈ സാഹിത്യ പ്രവർത്തകൻ. ഒരു സാങ്കല്പിക ഗ്രാമത്തെ വാക്കുകളാൽ നിർമ്മിച്ചെടുത്ത് അവിടെ 100ൽ പരം കഥാപാത്രങ്ങളിലൂടെ ഇദ്ദേഹം വരച്ചിടുന്ന സംഘർഷം വർത്തമാനകാലത്തിൻ്റെ വാഗ്മയ ചിത്രമാണ്. മലയാള വായനക്കാർ ഏറ്റെടുത്ത മനുഷ്യന് ഒരാമുഖം എന്ന കൃതിക്ക് ശേഷം വായനയുടെ അനന്തമായ സാധ്യതയെ തുറന്നിട്ട സുഭാഷ് ചന്ദ്രന്റെ സമുദ്രശില എന്ന കൃതിയുടെ ആഴങ്ങളിലേക്ക് നമ്മെ കൊണ്ടുപോകുന്നത് സന്തോഷ് CM എന്ന ജനപ്രതിനിധിയാണ്. എടവക ഗ്രാമപഞ്ചായത്ത് അംഗമായ ഈ ഗ്രന്ഥശാല പ്രവർത്തകൻ നല്ലൂർനാട് സർവീസ് സഹകരണ ബാങ്കിലെ ജീവനക്കാരനാണ്. താൻ വായിച്ചെടുത്ത അറിവുകളും അനുഭവങ്ങളും ചുറ്റുമുള്ളവർക്ക് കൂടി പങ്കുവയ്ക്കണമെന്ന് തീക്ഷ്ണമായി ആഗ്രഹിക്കുന്ന ഈ നാട്ടിൻപുറത്തുകാരൻ റേഡിയോ മാറ്റൊലിയിലെ പ്രോഗ്രാം അവതാരകൻ കൂടിയാണ്. ഒരുപക്ഷെ ഏറ്റവും അധികം വായനശാലകളുള്ള ഒരു വാർഡിലെ ജനപ്രതിനിധി എന്ന വിശേഷണം കൂടി നേടിയ സന്തോഷ് ഗൗരവകരമായ വായനയെ ഇഷ്ടപ്പെടുന്ന വ്യക്തി കൂടിയാണ്. സോഷ്യൽ മീഡിയയിൽ വായിച്ചെടുത്ത പുസ്തകങ്ങളുടെ കുറിപ്പുകൾ പ്രസിദ്ധീകരിക്കുന്ന സന്തോഷിന്റെ വായനാ അനുഭവത്തിലൂടെ നമുക്ക് അമ്പയുടെ കഥ കേൾക്കാം. ഒപ്പം വറ്റിപ്പോവാത്ത മാതൃസ്നേഹത്തെക്കുറിച്ചും. പൂർണ്ണ വളർച്ചയെത്താതെ മരിച്ചുപോകുന്ന ഒരേയൊരു ജീവി മനുഷ്യനാണെന്ന ശ്രദ്ധേയമായ സാമൂഹ്യ നിരീക്ഷണം കൊണ്ട് മനുഷ്യനൊരു ആമുഖം എന്ന തൻ്റെ ആദ്യ നോവലിലൂടെ തന്നെ മലയാള സാഹിത്യരംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച എഴുത്തുകാരനാണ് സുഭാഷ് ചന്ദ്രൻ. ഇന്നേ വരെ കടൽ കണ്ടിട്ടില്ലാത്ത അമ്മമാർക്കു വേണ്ടി സമർപ്പിക്കപ്പെട്ട അദ്ദേഹത്തിൻ്റെ 2ാമത്തെ നോവലായ സമുദ്രശില വായിച്ചു തീരുന്നൊരാൾ കഥയും കഥാപാത്രങ്ങളും ഒരുക്കുന്ന നിലയ്ക്കാത്ത കടലിരമ്പത്തിൻ്റെ തടവുകാരായി മാറുന്നു. ഓരോ സ്ത്രീയുടെയും ഉള്ളിൽ പുരുഷൻ കാണാതെ പോകുന്നൊരു കടലുണ്ടെന്ന വേദനിപ്പിക്കുന്ന സത്യം സമുദ്രശിലയിൽ നാം കാണുന്നു. തൻ്റെ ആത്മസംഘർഷങ്ങളുടെ മറുകരയിലേക്ക് നിരന്തര യാത്രകൾ നടത്തുവാൻ ഇതിഹാസകാരനായ വ്യാസനാൽ നിയോഗിക്കപ്പെട്ട മഹാഭാരതത്തിലെ സ്ത്രീ കഥാപാത്രമായ അംബയുടെ പ്രതിരൂപമാണ് സമുദ്രശിലയിലെ കഥാനായിക അംബ. നോവലിലെ അഭയമെന്ന ആദ്യ ഭാഗം ഇതിഹാസ കഥാപാത്രങ്ങളുടെ നേർസാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമാണ്. യമുന നദിക്കരയിൽ ആത്മഹൗതിക്കുള്ള തയ്യാറെടുപ്പിനിടെ തനിക്കൊരാളെ കണ്ട് ആദ്യമായും അവസാനമായും ഒരു ചോദ്യം ചോദിക്കാനുണ്ടെന്ന് അംബ നിശ്ചയിക്കുന്നിടത്തു നിന്നാണ് നോവൽ തുടങ്ങുന്നത്. ഇതിലുള്ളത് എവിടെയും ഉണ്ടായേക്കാം, എന്നാൽ ഇതിലില്ലാത്തത് ഒരിടത്തും ഉണ്ടാവുകയില്ല എന്ന മഹാഭാരതത്തിൻ്റെ പരസ്യവാചകത്തിൻ്റെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഉപാധിയില്ലാത്ത സ്നേഹം ഇതിഹാസത്തിൽ എവിടെയെങ്കിലും കണ്ടെത്താനാകുമോ എന്ന സന്ദേഹം അംബ ഉന്നയിക്കുന്നത്. ഇതിഹാസത്തിൽ ഒരിടത്തും വ്യാസൻ ഉത്തരം പറഞ്ഞിട്ടില്ലാത്ത ഉപാധികളില്ലാത്ത സ്നേഹം ഭൂമിയിൽ എവിടെയെങ്കിലും നിലനിൽക്കുന്നുണ്ടോ എന്ന് കണ്ടെത്തുവാൻ ജന്മജന്മാന്തരങ്ങളിലൂടെ അലയുന്ന സ്ത്രീഹൃദയങ്ങളിലേക്കാണ് സുഭാഷ് ചന്ദ്രൻ അംബയിലൂടെ നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നത്.
നോവലിസ്റ്റും യഥാർത്ഥ ജീവിതത്തിലെ മറ്റനവധി പേരും കഥാപാത്രങ്ങളാകുന്നുണ്ട് സമുദ്രശിലയിൽ. ഉപാധികളില്ലാത്ത സ്നേഹം തേടിയുള്ള അന്വേഷണത്തിന്റെ തുടർച്ചയ്ക്കിടയിൽ ഒരിക്കൽ നോവലിസ്റ്റിനെ അമ്പ സ്വപ്നം കാണുകയാണ്. അമ്പയുടെ മകന്റെ മരണത്തിന് കാരണമായതിനാൽ കാരാഗൃഹത്തിൽ കഴിയുന്ന സുഭാഷ് അവളെ വിളിച്ചു കരയുന്നതായാണ് അമ്പ സ്വപ്നം കാണുന്നത്. അമ്പ ഇപ്രകാരം ഒരു സ്വപ്നം കാണുന്നതാണ് നോവലിസ്റ്റിനുണ്ടാകുന്ന സ്വപ്നം. ഇവിടെ യഥാർത്ഥ സ്വപ്നം ആരുടേതാണെന്നും സങ്കീർണതയിലൂടെ വായനക്കാരൻ കടന്നു പോകുമ്പോൾ സ്വപ്നവും യാഥാർത്ഥ്യവും തമ്മിലൊരു ദ്വന്ദ്വം രൂപപ്പെടുന്നു. വയനാട്ടിൽ ഒരിടത്ത് ടൈപ്പ് റൈറ്റിംഗ് മെഷീനുകളുടെ റിപ്പയറിംഗുകാരനായ ബാലഗംഗാധരൻ്റെയും ചന്ദ്രിക ടീച്ചറുടെയും ഏക മകളായി പിറന്ന അമ്പ, ചരിത്രാധ്യാപകനായ പ്രൊഫസർ സിദ്ധാർത്ഥിൻ്റെ ഭാര്യയായ അമ്പ, ഇന്ന് ഭർത്താവിനാൽ ഉപേക്ഷിക്കപ്പെട്ട ഓട്ടിസവും സെറിബ്രൽ പാൾസിയും ബാധിച്ച 21 വയസ്സുകാരനായ അനന്തപത്മനാഭൻ എന്ന അപ്പുവിൻ്റെ അമ്മയാണ് അമ്പ. 72-കാരിയായ വൃദ്ധയുടെ തൻ്റെ അമ്മയുടെ മലമൂത്രങ്ങൾ പുരണ്ട വസ്ത്രങ്ങളിൽ നിന്ന് അവരുടെ 21-കാരനായ പേരക്കുട്ടിയുടെ തൻ്റെ മകൻ്റെ രേതസ്സുൾപ്പെട്ട വിസർജ്യങ്ങളിലേക്ക് നടന്നുകൊണ്ട് അമ്പയുടെ പ്രഭാതം തുടങ്ങുന്നു. നോവലിസ്റ്റിൻ്റെ ഭാഷയിൽ മാതൃവിസർജ്യത്തിൽ നിന്ന് പുത്രവിസർജ്യത്തിലേക്ക്, ഒടുക്കത്തിൽ നിന്ന് തുടക്കത്തിലേക്ക്. നഗരത്തിലെ ഇരുമുറി ഫ്ളാറ്റിലെ ഒരു മുറിയിൽ പരിമിതനായ മകനെയും രണ്ടാമത്തെ മുറിയിൽ സംസാരശേഷിയും ചലനശേഷിയും നഷ്ടപ്പെട്ട അമ്മയെയും ശുശ്രൂഷിച്ച് ഉപാധികളില്ലാത്ത സ്നേഹത്തിൻ്റെ ഇരുൾമറയില്ലാത്ത പൊരുളറിഞ്ഞ് സഹനത്തിൻ്റെ മറുകരയിലേക്ക് നിരന്തര യാത്ര നടത്തുന്നവളാണ് അമ്പ. വിവാഹപൂർവ്വ ബന്ധത്തിൽ കാമുകനോടൊത്തുള്ള ദിനങ്ങൾ ഉപാധികളില്ലാത്ത സ്നേഹം നിലനിൽക്കുന്നുവെന്ന കണ്ടെത്തലിലേക്ക് അമ്പയെ എത്തിക്കുന്നുവെങ്കിൽ തനിക്കു പിറക്കുന്ന സ്വേച്ഛയാൽ ചലനശേഷിയില്ലാത്ത മകൻ അപ്പു നോവലിൻ്റെ തുടക്കത്തിൽ വ്യാസൻ അമ്പയ്ക്ക് നൽകുന്ന പ്രവചനാത്മകമായ മറുപടിയെ പ്രതീകവൽക്കരിക്കുന്നു. അവളുടെ ഉള്ളിലെ അടങ്ങാത്ത കടലും കാമുകനോടൊപ്പം സമുദ്രശിലയായ വെള്ളിയാംകല്ലിലേക്കുള്ള യാത്രയും എന്നും നിലനിൽക്കുന്ന ജീവിത തുടർച്ചയാകുന്നു. സമൂഹ മനസാക്ഷിയുടെ പ്രതിബിംബങ്ങളെയാണ് എഴുത്തുകാർ പ്രതിഫലിപ്പിക്കുന്നത് എന്ന് സാമാന്യമായി പറയാമെങ്കിലും എഴുത്തുകാരിലെ ധാർമ്മിക വിവേചനങ്ങളും സദാചാരപരമായ നിരീക്ഷണങ്ങളും കൃതികളിലും പ്രതിഫലിക്കാറുണ്ടെന്നതിന് സമുദ്രശിലയും ഉദാഹരിക്കാവുന്നതാണ്. സ്വേച്ഛയാൽ ചലനശേഷിയില്ലാതിരുന്നിട്ടും തൻ്റെ മകൻ അപ്പു ഫുട്ബോൾ മത്സരങ്ങൾ കാണുന്നതിനായി ഉപയോഗിച്ചുകൊണ്ടിരുന്ന മൊബൈൽ വഴി തനിക്ക് വെട്ടി പരിമിതമായി മാത്രം ചലിപ്പിക്കാൻ കഴിയുന്ന വിരൽ കൊണ്ട് ഗൂഗിളിൻ്റെ തിരച്ചിൽ ചൂണ്ടയിൽ സ്ഥിരമായി തിരഞ്ഞുകൊണ്ടിരുന്നത് പോൺ സൈറ്റുകളാണെന്ന് അമ്പ തിരിച്ചറിയുന്ന ഒരു ഘട്ടം നോവലിൽ കാണാം. തനിക്ക് ജീവിതത്തിൽ ആകെ പരിചയമുള്ള സ്ത്രീയായ അമ്മയെ തന്നെയാണ് മകൻ തൻ്റെ അഗമ്യഗമന വീഡിയോകളിലൂടെ സങ്കല്പിക്കുന്നതെന്ന തിരിച്ചറിവിലേക്ക് ആ അമ്മ എത്തിച്ചേരുമ്പോൾ അവളുടെ ഗർഭപാത്രം 8 ദിക്കിൽ നിന്നും ഞെരുങ്ങി നോവുന്നുണ്ട്. അപ്പോൾ 2018 റാം സംവിധാനം നിർവഹിച്ച് പുറത്തിറങ്ങിയ മമ്മൂട്ടി ചിത്രം പേരൻബെല്ലിലെ പാപ്പയും അമുതവനും ഉയർത്തിവിട്ട ഉഷ്ണക്കാറ്റിൻ്റെ ചൂട് ഒരിക്കൽ കൂടി വായനക്കാരൻ്റെ മുഖത്തടിക്കും. അവൻ ആഗ്രഹിക്കുന്ന പാപവും അതിനർഹിക്കുന്ന ശിക്ഷയും ഒപ്പം നിറവേറ്റുക എന്ന അമ്പയുടെ തീരുമാനം മലയാളിയുടെ സദാചാര മനസ്സിനെ അസ്വസ്ഥമാക്കുന്നതും ധാർമ്മിക ചിന്തയെ വെറുങ്ങലിപ്പിക്കുന്നതുമാണ്. കഥാപാത്രങ്ങൾ അപ്രത്യക്ഷരാകേണ്ട സമയമായിരിക്കുന്നു എന്ന സൂചനയോടെയാണ് ഉപാധി എന്നു പേരുള്ള ഈ അധ്യായത്തിലെ സഞ്ചാരപഥങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. നഗരത്തിലെ വൈദ്യുത ശ്മശാനത്തിലേക്കുള്ള ഇടവഴിയിലെ അഴുക്കുചാലായിത്തീർന്ന കനോലി കനാലിൻ്റെ കരയിൽ എരിയുന്ന ശവത്തിൻ്റെ നെയ്മണം മുറ്റിയ കാറ്റിനാൽ പൊതിയപ്പെട്ട ഫ്ളാറ്റിലെ മുറിയിൽ മകന് രതിമൂർച്ചയ്ക്കൊപ്പം മൃത്യുമൂർച്ചയും നൽകിക്കൊണ്ട് വിഷം കലർത്തിയ ചോറ് ഭക്ഷിച്ച് അമ്പയും മകനും ജീവിതം അവസാനിപ്പിക്കുമ്പോൾ പുറത്ത് 9 ദശകങ്ങൾക്കിപ്പുറം ഒരിക്കൽ കൂടി പ്രളയം കേരളത്തെ വിഴുങ്ങുകയാണ്. പുസ്തകത്തിൻ്റെ അവസാനത്തിലെത്തുമ്പോൾ വളരെ പെട്ടെന്ന് മഴ അതിൻ്റെ വിശ്വരൂപത്തിലേക്ക് വളർന്നു. മണ്ണിനെയും മാനത്തെയും കൂട്ടിപ്പിടിപ്പിച്ച് തുന്നിയ പേമാരിയുടെ ഇരുണ്ട പടുകൂറ്റൻ വലിയിൽ മനുഷ്യജീവിതം കുടുങ്ങിക്കിടന്ന് പിടയ്ക്കാൻ തുടങ്ങി. പ്രളയത്തിലേക്ക് സ്ഥാനക്കയറ്റം കിട്ടിയ വെള്ളപ്പൊക്കം മലനാടിനെയും ഇടനാടിനെയും തീരപ്രദേശത്തെയും ഒരൊറ്റ ജലഭൂപടത്തിൽ ശ്വാസം മുട്ടുവോളം മുക്കിപ്പിടിച്ചു. ഗ്രാമങ്ങളിലെ നദികൾ ക്ഷുഭിതരായി നഗരങ്ങളെ വളഞ്ഞു. ഇരുകരകളെയും തിരികെ കയ്യേറി തങ്ങളുടെ അതിർത്തികൾ കയറ്റിക്കെട്ടിക്കൊണ്ട് 44 പുഴകളും മനുഷ്യരോട് നേരിട്ട് പൊരുതാൻ വന്നു എന്നെഴുതി വെച്ചത് വായിച്ച് പുസ്തകം മടക്കുമ്പോൾ പ്രളയച്ചുഴിയോളം പോന്ന പിടച്ചിലുകളിലേക്ക് വായനക്കാരൻ വീണുപോകുന്നു. പരിചയിക്കുന്ന ഓരോ മുഹൂർത്തവും സത്യമോ മിഥ്യയോ എന്ന സന്ദേഹത്തിലൂടെ വായനക്കാരനെ നയിക്കുന്ന രചനാശൈലിയാണ് സമുദ്രശിലയിലേത്. നോവലിനെ ഇടിച്ചു പിഴിഞ്ഞാറ്റിക്കുറുക്കി കാൽക്കഴഞ്ചിലേക്ക് സമാഹരിച്ചാൽ സ്ത്രീയാണ് ഏറ്റവും വലിയ മനുഷ്യനെന്ന ഒറ്റ വരിയിലേക്കാണ് വായനക്കാരൻ എത്തിച്ചേരുക. കടൽ കാണാത്ത അമ്മമാർക്ക് വേണ്ടി സമർപ്പിതമായിരിക്കുന്ന ഈ നോവൽ പുരുഷൻ കാണാതെ പോകുന്ന സ്ത്രീയുടെ ഉള്ളിലെ കടലിരമ്പത്തെ കരുത്തുള്ള രചനാ പശ്ചാത്തലത്തിൽ അതീവ ഹൃദ്യമായി അണിയിച്ചൊരുക്കിയിരിക്കുന്നു. പുസ്തകത്തിൻ്റെ തുടക്കത്തിൽ ഒരു സെൻ കഥ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൂടി പറഞ്ഞവസാനിപ്പിക്കാം. ഒരിക്കൽ ഒരു യുവ ഭിക്ഷു താനൊരു ചിത്രശലഭമായി മാറിയതായി ഉച്ചമയക്കത്തിൽ സ്വപ്നം കണ്ടു. അതിൻ്റെ പൊരുളറിയാൻ അവൻ ഗുരുവിൻ്റെ അരികിലെത്തി. ഗുരു, ഞാനൊരു ശലഭമായി മാറിയതായി സ്വപ്നം കണ്ടു. തേൻ കുടിച്ച്
മതോന്മത്തനായി ഞാനൊരു പൂവിലിരുന്ന് ഉറങ്ങിപ്പോകുന്നതായിരുന്നു സ്വപ്നം. അതിൻ്റെ പൊരുളെന്ത്? അവൻ ഗുരുവിനോട് ചോദിച്ചു. വാസ്തവത്തിൽ ആ ചിത്രശലഭമാണ് ഇപ്പോൾ സ്വപ്നം കാണുന്നത്. ഗുരു പുഞ്ചിരിയോടെ പറഞ്ഞു. എവിടെയോ ഒരു പൂവിലിരുന്ന് തേൻ കുടിച്ച് മയങ്ങിപ്പോയ ഒരു ശലഭം ഇപ്പോൾ താനൊരു യുവഭിക്ഷുവായി മാറിയതായും തൻ്റെ ഗുരുവിൻ്റെ അടുക്കൽ ചെന്ന് സംശയം ചോദിക്കുന്നതായും സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ് ആ ശലഭം. ശലഭം ഉറക്കമുണരും, സ്വപ്നം പൊലിയും, ഞാനും നീയും മറയും. സമുദ്രശില, സുഭാഷ് ചന്ദ്രൻ. അക്ഷരങ്ങളിൽ എൻ്റെ നാടിൻ്റെ അടുത്ത അധ്യായത്തിൽ ജൂലൈ 9 അതിരാണിപ്പാടത്തിൻ്റെ കഥ പറഞ്ഞ് മലയാള സാഹിത്യത്തെ ലോക സാഹിത്യത്തിൽ അടയാളപ്പെടുത്തിയ എസ്.കെ. പൊറ്റക്കാടിൻ്റെ ഒരു ദേശത്തിൻ്റെ കഥ എന്ന കൃതിയെ കല്ലോടി സെന്റ് ജോസഫ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം തരം വിദ്യാർത്ഥിയായ സച്ചിൻ ദേവ് പരിചയപ്പെടുത്തുന്നു. അക്ഷരങ്ങളിൽ എന്റെ നാട് 6ാമത് ഊഴം. വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി ലൈബ്രറി കൗൺസിലിന്റെ നേതൃത്വത്തിൽ റേഡിയോ മാറ്റുലിയുടെ സഹകരണത്തോടെ നാടിനെ അടയാളപ്പെടുത്തിയ കൃതികളെയും എഴുത്തുകാരെയും പരിചയപ്പെടുത്തുന്ന പരിപാടിയുടെ 6ാമത് ഊഴമാണിത്. എഴുത്തിനെ ജനകീയമാക്കിയ, വാക്കുകളിലൂടെ പുതുചരിത്രം രചിച്ച എഴുത്തുകാരും വായനയെ ജീവതാളമാക്കിയവരുമാണ് ഈ ഊഴത്തിൽ കൃതികളെ പരിചയപ്പെടുത്തുന്നത്. നിർവഹണം ഷാജൻ ജോസ്. നിർവഹണ സഹായം സുധീർ പി.കെ.